സാർ നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ DGP നിയമനവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ കൊഴുക്കുന്നു. പിണറായി വിജയൻ്റെ വിശ്വസ്ത സജീവനായിരുന്ന ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന മുൻ ADGP അജിത് കുമാർ ആയിരിക്കും സീനിയോറിറ്റി പ്രകാരം ഈ അടുത്ത DGP കേരളത്തിൻ്റെ എന്നുള്ളതായിരുന്നു പൊതുവേ ഉള്ളൊരു ധാരണ. എന്നാൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ കേസുകൾ നേരിട്ട് അട്ടിമറിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ അന്വേഷണം വന്നു, വകുപ്പ് തല അന്വേഷണം വന്നു. അദ്ദേഹം സസ്പെൻഷനിലായിരിക്കുന്നു. അദ്ദേഹം അതിനുവേണ്ടി സസ്പെൻഷൻ നീക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയിൽ പോയെങ്കിലും സുപ്രീം കോടതി അത് ട്രിബ്യൂണലിൽ പോയെങ്കിലും അത് സ്റ്റേ ചെയ്തിട്ടില്ല. അപ്പോൾ നിലവിൽ അദ്ദേഹം സസ്പെൻഷനിൽ തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് രമേശ് ചെന്നിത്തല ബഹുമാന്യ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ നിന്ന് പറഞ്ഞത്, ഇതിൻ്റെ സ്ക്രീനിങ് കമ്മിറ്റിയൊക്കെ ജനങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വന്നു കേൾക്കുന്ന കാര്യം ഈ സർക്കാരിൻ്റെ കാലത്താണ് ചെയ്തത്. ADGP MR അജിത് കുമാറിനെ DGP ആക്കാൻ വേണ്ടി സ്ക്രീനിങ് കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് ഈ സർക്കാർ ശുപാർശ ചെയ്തു എന്നൊക്കെ തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. അത് തെറ്റാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇത്തരം ലിസ്റ്റുകൾ കൊടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ സീനിയോറിറ്റിയുള്ള ആൾ ADGP ആയിരുന്ന അജിത് കുമാർ തന്നെയാണ്. അപ്പോൾ അതിനുശേഷമാണ് പിന്നീടുള്ള പേരുകൾ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ADGP അജിത് കുമാറിന് സസ്പെൻഷൻ വന്നതോടുകൂടി പിന്നെ അടുത്ത പേരുകാരൻ SP ശ്രീജിത്താണ്. അപ്പോൾ ശ്രീജിത്ത് അതെ. അപ്പോൾ ശബരിമലയിൽ രണ്ട് തരത്തിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പേരാണ് അടുത്തത് എന്ന് പറയുമ്പോൾ സീനിയോറിറ്റി അനുസരിച്ച് അദ്ദേഹം 96 ബാച്ചുകാരനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അജിത് കുമാർ സസ്പെൻഷനിലിരിക്കുന്നു. പിന്നെ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം ഡെപ്യൂട്ടേഷനിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഒരു 3 മാസം കൂടി അദ്ദേഹത്തിന് കാലാവധി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ളിൽ ഇങ്ങനെ ഒരു നിയമനം നടന്നെന്താവും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടതാണ്. അത് വകുപ്പ് തലത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നീട് സീനിയോറിറ്റി അനുസരിച്ചാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ശ്രീജിത്തിന് സാധ്യതയുണ്ട്, ഓട്ടോമാറ്റിക് ചോയ്സ്. അതെ. പക്ഷേ അതിൻ്റെ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ADGP MR അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം DGP ആവുക എന്നുള്ളത് അദ്ദേഹത്തിന് വലിയൊരു സ്വപ്നമായിരുന്നു. മാത്രമല്ല മറ്റു പലരുടെയും സ്വപ്നമായിരുന്നു. ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പിണറായി വിജയൻ എന്ന നേതാവിനും ആ നേതാവ് ആവശ്യപ്പെട്ട പല ആവശ്യങ്ങൾക്കും വഴങ്ങിക്കൊടുക്കുന്ന കാഴ്ച നാം കണ്ടു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മൾ കണ്ട ഈ രക്ഷാപ്രവർത്തനം എന്ന പേര് ഓമന പേരിട്ട് വിളിച്ച് തലതല്ലി പൊളിച്ച കേസിൽ ആ കേസ് ഡയറി നേരിട്ട് വിളിച്ചു വരുത്തി തിരുത്തിച്ചത്. അതുപോലെ തന്നെ ഒരു സംഭവമായിരുന്നു, നമ്മൾ കുറച്ച് മുമ്പ് ചർച്ച ചെയ്ത ഒരു വിഷയമുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ HRDSൻ്റെ പാലക്കാടുണ്ടായിരുന്ന സ്വപ്ന സുരേഷൻ അവിടെ ജോലി കൊടുത്തു. അവിടെ പോയി സ്വപ്ന സുരേഷൻ അറസ്റ്റ് കൊണ്ടുവന്നു. അതെ, നിരന്തരമായിട്ടുള്ള ഈ സ്വപ്നയെ സംബന്ധിച്ചിടത്തോളം സ്വപ്ന പുറത്തുവിട്ട എല്ലാ കാര്യങ്ങളും പിണറായി വിജയന് എതിരാവുന്നു എന്ന് കണ്ടതോടുകൂടി പിണറായി വിജയന് വേണ്ടി വാളുകൊടുത്തുകൊണ്ട് രംഗത്തിറങ്ങിയിരുന്നത് അജിത് കുമാർ തന്നെയായിരുന്നു. അത് അന്ന് സ്വപ്ന സുരേഷിനെ ഈ പാലക്കാടുള്ള വീട്ടിൽ അവർ സന്ദർശിക്കുമ്പോൾ ഈ അജീഷൻ പറഞ്ഞതാണ്, ആ 2 പേരവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരാൾ ഷാൻകിരൺ എന്ന് പറഞ്ഞൊരാൾ നിരന്തരം ADGP വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വപ്നയോടെ അവർ പറയുന്നത്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ വിവരം പറയൂ, എന്നിട്ട് വേണം ഇത് ADGPക്ക് മെസ്സേജ് കൈമാറാൻ, എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതായത് വളരെ സമ്മർദ്ദമായിട്ട് ഈ സ്വപ്ന വഴങ്ങിക്കൊടുക്കും, അതായത് കാര്യങ്ങൾ പുറത്തു പറയാതെ രഹസ്യമായിട്ട് സൂക്ഷിക്കുകയില്ലോ എന്ന് മാത്രം ഇവർക്ക് അറിഞ്ഞാൽ മതിയായിരുന്നു. അല്ല, അവർ കണ്ടീഷൻ വെച്ചത് പിണറായി വിജയനെതിരെ ഉയർത്തിയിട്ടുള്ള എല്ലാ ആരോപണങ്ങളും നിങ്ങൾ നിരുപാധികം പിൻവലിക്കുക, പൊതുമധ്യത്തിൽ വന്ന് മാപ്പ് പറയുക, പിന്നീട് സംസ്ഥാനത്തിന് പുറത്തോ അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തോ പോയി സെറ്റിൽ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കി തരും. ഇതിന് നിങ്ങൾക്ക് സമ്മതമാണോ, എസ് ഓർ നോ, ഈ വാക്ക് പറയണ ADGP ലൈനിലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രത്തോളമൊക്കെ ഒരു ADGP ക്രമസമാധാന ചുമതലയുള്ള ആൾ ആലോചിച്ച് നോക്കണം. ഇപ്പം നമ്മുടെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഒരാൾ നാട്ടിൽ എങ്ങനെയാണ് നിയമവ്യവസ്ഥ പാലിക്കേണ്ടത്, നീതിന്യായ വകുപ്പിൻ്റെ മേൽനോട്ടം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത് പ്രാബല്യത്തിൽ വരുത്തേണ്ട ചുമതലയുള്ള ആളുകൾ തന്നെയാണ് ഇത്തരത്തിൽ ഇടപെട്ട്. ഇന്നലെ കോടതി ചോദിക്കുന്നുണ്ട്, ഇത്രയും തർക്കം ഈ പോലീസ് ഇത്ര ഇടപെടേണ്ട രീതിയിൽ ഈ പിള്ളേർ തമ്മിലുള്ള തർക്കത്തിൽ ADGP പോലൊരു ഉദ്യോഗസ്ഥന് എന്ത് റോളാണ് അവിടെ ഉള്ളതെന്ന് കോടതി തന്നെ ചോദിക്കും. അതെ, തീർച്ചയായും. അപ്പോൾ അത്തരത്തിൽ ഇടപെടലൊക്കെ നടത്തിയത് ഈ DGP കസേര അല്ലെങ്കിൽ ആ തൊപ്പി എന്തെങ്കിലും അല്ലെങ്കിൽ ആ സ്റ്റാറുകളൊക്കെ തന്നെ നെഞ്ചിലണിയാൻ പറ്റും. അത് പിണറായി വിജയൻ്റെ കയ്യിലാണെന്നും DGPയുടെ തൊപ്പി പിണറായി വിജയൻ്റെ കയ്യിലാണെന്നും അത് തനിക്ക് സമയമാകുമ്പോൾ കിട്ടുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്. അതെ, തീർച്ചയായും. പിന്നെ അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. പിണറായി വിജയനും CPM വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി 3.0 ആവർത്തിച്ച് അവർ തന്നെയായിരിക്കും ഈ നാട് ഭരിക്കുക, മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയനായിരിക്കും, പിണറായി വിജയൻ്റെ ആയുഷ്കാലം ഇനി കേരളം ഭരിക്കാൻ പോണത് പിണറായി വിജയനാണെന്നുള്ള ധാരണ അവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്വപ്നമൊക്കെ തെറ്റിക്കഴിഞ്ഞപ്പോൾ ഒപ്പം അജിത് കുമാറിൻ്റെ സ്വപ്നം കടപുഴകി വീണതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ശ്രീജിത്തിലേക്ക് DGP കസേര അല്ലെങ്കിൽ DGP തൊപ്പി വന്നു ചേരും എന്ന് പറയുമ്പോൾ
ഒരു മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ എങ്ങനെയാണ് രാജ്മോഹൻ സാർ ഇതിനെ വിലയിരുത്തുന്നത്? അല്ല, അതിൽ നമുക്ക് ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അല്ലെ ഇപ്പോഴത്തെ ഹോം മിനിസ്ട്രിയുടെ ഡയറക്ഷനിലുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരുമാതിരി ഇപ്പോൾ ഉള്ളവരിൽ ഉദ്യോഗസ്ഥന്മാരിൽ ഒരുമാതിരി ആരെ എടുത്താലും ഇവരൊക്കെ വൾണറബിളാണ്, പല പല ബന്ധങ്ങൾക്ക് വിധേയമായിട്ടുള്ളവരാണ്, ഇടപെട്ടിട്ടുള്ളവരാണ്. ഇവർക്കൊന്നും നേരെ നിന്ന് ഒരു ഗവൺമെൻറ്റിനെതിരായിട്ട് നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു എക്സെപ്ഷൻ വേണപ്പോൾ ഇയാളുണ്ടായിരുന്നു, സെൻകുമാറിനെ പറ്റി പേഴ്സണലായിട്ട് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ ജേക്കബ് തോമസിന് കസേരയിലിരിക്കാൻ അവസാന നാളുകളിൽ മാത്രമേ പറ്റൂ, കോടതി വഴിയാണ്. കോടതി, അതെ. മറ്റേ പിന്നെ ജേക്കബ് തോമസിനെ പോലും ഷിപ്പിംഗ് കോർപ്പറേഷൻ ആയിരുന്നപ്പോൾ അവിടെ എന്തോ പ്രമുഖമായിരുന്നു, അങ്ങനെ പേരിലും കേസ് ഇനിഷ്യേറ്റ് ചെയ്തു. അതെ. അപ്പോൾ ഗവൺമെൻറ് ഓർമ്മയെന്നാണ് സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ ഉണ്ടായത്. അല്ല, അപ്പോൾ ഇവിടെ ജേക്കബ് തോമസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംഭവിച്ചെങ്കിൽ അല്ല ഇർഷാദ് സിംഗിന് മാത്രം വലിയ കുഴപ്പം കൂടെ രക്ഷപ്പെട്ടു പോയി. ശ്രീജിത്തിനെ നാളെ കൊണ്ടുവരണമെന്ന് താല്പര്യമുള്ള വേറെ ഒത്തിരി പേര് കാണുന്നേ. അല്ല, അതിപ്പോൾ സുകുമാരൻ നായർക്ക് താല്പര്യം കാണും ശ്രീജിത്തിനെ കൊണ്ടുവരണമെന്ന്. രമേശ് ചെന്നിത്തല എന്നാ പറയും? ഇടപെട്ട് ഞാൻ സംസാരിക്കുകയല്ല. ഇപ്പോൾ ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ രമേശ് ചെന്നിത്തല എവിടെയൊക്കെ ഒരു പബ്ലിക് ഫംഗ്ഷൻ വരുന്നുണ്ടോ അവിടെയൊക്കെ സിവിൽ ഡ്രസ്സിലായാലും ഈ നമ്മുടെ ശ്രീജിത്തിനെ കാണാം, അഭിവാദ്യം അർപ്പിക്കാം. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ അത് പ്രോട്ടോകോൾ പ്രകാരം അദ്ദേഹം മഫ്റ്റിയിൽ നിൽക്കണമാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും രമേശ് ചെന്നിത്തല എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ ശ്രീജിത്തിനെ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അന്ന് എല്ലാവരും ഇങ്ങനെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇദ്ദേഹത്തിന് സ്പെഷ്യൽ ഡ്യൂട്ടി വല്ലതും ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ വിങ്ങിലുണ്ടോ, അല്ലെങ്കിൽ ജീവൻ രക്ഷാ പ്രവർത്തനം ഏൽപ്പിച്ചിട്ടുണ്ടോ, സ്പെഷ്യൽ സുരക്ഷ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്, കാരണം അദ്ദേഹം യൂണിഫോമിലായിരുന്നില്ല. അപ്പോൾ തീർച്ചയായും ഈ DGP പദവി ശ്രീജിത്തിലേക്ക് വരുമ്പോൾ അതും ഇപ്പോൾ ശബരിമല ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം വിവാദത്തിൽ തന്നെയായിരുന്നു പല കാര്യങ്ങളിലുമൊക്കെ. അപ്പോൾ തീർച്ചയായും അല്ലാതെ തന്നെ വേറെ ചില കാടാമ്പുഴ ട്രസ്റ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നിജസ്ഥിതിയൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ്. പിന്നെ ഇത് അഴിമതി ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം, അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് ആർക്കും എന്ത് ആരോപണങ്ങൾ ഉന്നയിക്കാം, അത് ഉന്നയിക്കേണ്ട ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുടെ ബാധ്യത തന്നെയാണ്. ഇവരൊക്കെ ഔദ്യോഗിക സ്ഥാനത്തിലിരിക്കുമ്പോൾ തീർച്ചയായും അവിടെ അതിൻ്റെ പുറകിൽ തീർച്ചയായിട്ടും പൊളിറ്റിക്സ് ഉണ്ടാവും, അതുവഴിയും ആരോപണങ്ങൾ വരാം. ഇപ്പോൾ ADGP MR അജിത് കുമാറിനെതിരെ വന്ന ഈ ആരോപണങ്ങൾക്കെല്ലാം ഉത്തരവാദി ഒരു പരിധിവരെ പിണറായി വിജയനാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ കുട്ടിക്കുരങ്ങിനെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു പ്രവൃത്തിയാണ് പിണറായി വിജയൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ADGPനെ നിയോഗിച്ചത്. തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത് അങ്ങനെയാണ്. RSSൻ്റെ ദേശീയ നേതാവായ ദത്താത്രേയ ഹൊസബിളയെ പോയി കണ്ടു, അത് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചു. ഇപ്പോൾ രാജ്യം ഭരിക്കുന്നൊരു പാർട്ടിയുടെ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹം കേരളത്തിൽ വരുമ്പോൾ സംസ്ഥാനത്തെ ADGP അദ്ദേഹത്തെ കാണുന്നതിൽ പ്രോട്ടോകോൾ അനുസരിച്ച് തെറ്റില്ല എന്ന് പറയുന്നത്. പക്ഷേ എന്തിനാണ് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചുകൊണ്ട് പോയി കണ്ടതെന്നുള്ള ചോദ്യമുണ്ട്. പിണറായി വിജയൻ മസ്കറ്റ് സദ്യ കഴിക്കാൻ പോലെ. അതെ, മാത്രമല്ല ഇവിടെ അതിനോടനുബന്ധിച്ചാണ് തൃശ്ശൂർ പൂരം കലക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. അന്ന് DGPയെ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ DGP കിട്ടുന്നില്ല. അതെ, ക്രമസമാധാന ചുമതലയുള്ള ADGPനെ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരിന് മാത്രം വൈകാരികമായിട്ടുള്ളൊരു പൂരമല്ല, അത് കേരളത്തിലെ മൊത്തം ഒരു ഉത്സവമാണ്, അത് വൈകാരിക ഉത്സവമാണ്. ആ ഉത്സവം അലങ്കോലമാകുന്ന സന്ദർഭത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ADGPനെ ഉത്തരവാദിത്തപ്പെട്ടൊരു മന്ത്രി വിളിക്കുമ്പോൾ ഫോണിൽ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അപ്പോൾ അവിടെ അശോക് അങ്കിത്ത് എന്ന് പറഞ്ഞൊരു കമ്മീഷണറെ ഈ ചുമതലയൊക്കെ ഏൽപ്പിച്ച് ആ കുളം തോണ്ടാനുള്ള എല്ലാ പരിപാടിയാക്കി വെച്ചിട്ടാണ് ആൾ മുങ്ങിയത്. ആനയ്ക്ക് പട്ട കൊടുക്കാൻ പോലും ഈ അശോക് അങ്കിത്ത് എന്ന് പറഞ്ഞ കമ്മീഷണർ സമ്മതിച്ചില്ല. അതുവരെ വലിയ പ്രശ്നം. അടിച്ചു പിടിച്ചു, മൊത്തം ബാരിക്കേഡ് കെട്ടി തിരിച്ചു. പൂരത്തിന് വരുന്ന ആളുകളെ ബാരിക്കേഡ് കെട്ടി തിരിച്ച് പൂരനഗരിയിലേക്ക് കടത്തിവിടാത്ത എൻ്റെ ഓർമ്മയിലില്ല അത്. അപ്പോൾ നമ്മൾ ഒരു മാധ്യമം എന്ന രീതിയിലും ഇതിനു മുമ്പും മറ്റൊരു മാധ്യമങ്ങളിൽ ഒക്കെ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ പൂരമൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. അവിടെ ഒന്നും ഒരു വിലക്ക് ആർക്കും നമ്മൾ കണ്ടിട്ടില്ല. ഇത് പൂരത്തിനെത്തിയ ആളുകൾ, അതായത് കേരളം ഉൾപ്പെടെയുള്ള കേരളത്തിന് പുറത്തുനിന്ന് ആളുകൾ എത്തിയിട്ടുണ്ട് പൂരം കാണാൻ. അവർക്ക് പൂരനഗരിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല. പിന്നീട് അതിനാടകീയമായി സുരേഷ് ഗോപിനെ അവിടെ കൊണ്ടുവന്നിറക്കുന്നു, ആംബുലൻസിൽ കൊണ്ടുവന്നിറക്കുന്നു. സുരേഷ് ഗോപി രോഗശൈല എന്ന് പറയുന്നു. അവിടെ നിന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ സുരേഷ് ഗോപിയുടെ മധ്യസ്ഥയിൽ പ്രശ്നങ്ങൾ പറഞ്ഞു ഹീറോ ഉണ്ടാകുന്നു. അതെ, ഒരു ഹീറോയിസം സൃഷ്ടിക്കുന്നു. അവിടെ തിരുവമ്പാടി ദേവസ്വം, പാറമേക്കാവ് ദേവസ്വമൊക്കെ ആയിട്ട് സംസാരിക്കുന്നു, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് സംസാരിക്കുന്നു, പൂരം വീണ്ടും സമംഗളമായി കൊണ്ടാടുന്നു എന്നൊരു നരേഷൻ ഉണ്ടാക്കി. ഫലത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് ചുക്കാൻ പിടിച്ചത് ADGP ആണെന്നുള്ളത് അന്നേ CPI ഉൾപ്പെടെയുള്ള
ആളുകൾ പറയുന്നത്. ഏറ്റവും കൂടുതൽ ക്ഷീണം ഉണ്ടായത് CPI-ക്കാണ്. സി പി ഐക്ക് തൃശ്ശൂർ സീറ്റ്, തൃശ്ശൂരൊക്കെ സി പി ഐക്ക് സ്വാധീനമുള്ളൊരു തൃശ്ശൂരും കൊല്ലം ഉള്ളൂ കുറച്ച് സി പി ഐക്ക് സ്വല്പമെങ്കിലും സ്വാധീനമുള്ളൂ. ആ തൃശ്ശൂരെ സ്വാധീനം കുറേ കൊടുങ്ങല്ലൂർ സീറ്റ് പോയി, തീർച്ചയായും എത്ര സീറ്റ് അവർക്ക് പോയി. ഇപ്പോൾ പ്രതാപനായതുകൊണ്ട് അവിടെ തോറ്റത്, വേറെ കൊള്ളാവുന്ന വേറെ ചെറുപ്പക്കാരാണ് ചിലപ്പോൾ അവിടെയും വ്യത്യാസം വന്നത് മണലൂർ. അത് CPM പിന്നെ എതിർ സ്ഥാനാർത്ഥി കൊള്ളാവുന്നവരായിരുന്നു രവീന്ദ്രനാഥ്. CPI-യുടെ രാഷ്ട്രീയ സ്വാധീനത്തെക്കാൾ കൂടുതൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അജിത് കുമാർ ഒത്തിരി വിടുവേല ചെയ്തു. ഒത്തിരി എല്ലാ നേതാക്കന്മാർക്കും ഇന്ന നേതാവ് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും. പക്ഷെ അതുപോലെ തന്നെ അജിത് കുമാറിന് വിടുവേല ചെയ്ത നേതാക്കന്മാരുണ്ടെന്നേ. തീർച്ചയായും അവിടെയാണ് ഇപ്പോൾ ഇന്ന് അജിത് കുമാർ എന്തൊക്കെ ആഗ്രഹിച്ചു അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്, രാഷ്ട്രീയ രംഗത്തുണ്ട്. അജിത് കുമാറിൻ്റെ താല്പര്യങ്ങൾക്ക് മാത്രം അത്തരമൊരു താല്പര്യങ്ങൾക്ക് നിൽക്കാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് പല നേതാക്കന്മാരും ഔട്ടായത്. ഇവിടെ സംഭവിക്കുന്നത് ഈ ADGP ആരെ നിയമിക്കുമെന്നുള്ള പ്രശ്നത്തിൽ ഒന്നുറപ്പ്, ശ്രീജിത്താണെങ്കിലും അജിത് കുമാറിന് തുല്യമായ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്ത് കിട്ടുമെന്നാണ് തോന്നുന്നത്. ഇവർക്ക് ആരാണോ ആഗ്രഹിക്കുന്നത്, ആരാണോ ബോസ്, ആ ബോസിനും ഇംഗത്തിന് എന്തും വേണം ചെയ്യാൻ താല്പര്യമുള്ളൊരു ഉദ്യോഗസ്ഥനായിരിക്കും ശ്രീജിത്ത്. ഇവർക്ക് ഒബേ ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയല്ല, ചിലരുണ്ട് പറ്റില്ലാത്ത കാര്യം പറ്റിയ. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു നിർത്താം. ഗിർഷായ് സിംഗ് കോട്ടയത്ത് SP ആയിരിക്കുമ്പോഴാണ് തോന്നുന്നു, SP ആയിരിക്കുമ്പോൾ കോട്ടയത്ത് ഒരു പത്രസമ്മേളനത്തിൽ വന്നു. അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ് ഇടപെടലുകളെ കുറിച്ച് അന്ന് നയനാർ മുഖ്യമന്ത്രി, വാസവനുണ്ട് അവിടെ. വാസവൻ അന്ന് ഇത്രയും പ്രമാണിയായിട്ടില്ല, എന്നാലും പാർട്ടിയുടെ എല്ലാം ചെയ്യുന്ന വാസവനാണ്. അപ്പോൾ വാസവൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ഗിർഷായ് സിംഗ് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നൊരു പരാതി പലർക്കും ഉണ്ട്. അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പോൾ അവിടെ പത്രക്കാർ ചോദിച്ചപ്പോൾ ഒറ്റ കാര്യം പറഞ്ഞു, ഞാൻ ഐ എം ആൻസറബിൾ ടു വൺ പേഴ്സൺ ഓൺലി, ദാറ്റ് ഈസ് മൈ CM, ഹീ ഈസ് മൈ ബോസ്. അദ്ദേഹം ആവശ്യപ്പെട്ടാൽ ഞാൻ ചെയ്യും, അത് ശരി തെറ്റുകൾ ഞാൻ പിന്നെ ആലോചിക്കുള്ളൂ. അദ്ദേഹം രേഖാമൂലം എന്നോട് ആവശ്യപ്പെട്ടാൽ ചെയ്യും. ഇന്ന് അങ്ങനെ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരുണ്ട്, കാര്യം മാറി. സെൻകുമാർ ഏറെക്കുറെ അങ്ങനെയായിരുന്നു, നമുക്ക് വേറെ ആരോപണമൊന്നുമില്ല. അങ്ങനത്തെ കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട്. മന്ത്രിമാർക്ക് ഒരു വലിയ റോള് പോലുമില്ല ഭരിക്കാൻ. അല്ല, തീർച്ചയായും അത്തരത്തിലുള്ള കുറച്ച് ഉദ്യോഗസ്ഥന്മാരെങ്കിലും ഈ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളതിൻ്റെ പേരിലാണ് ഇത് ഇത്രത്തോളം എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകുന്നത്. സത്യസന്ധമായ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒത്തിരി നല്ല പോലീസുകാർ നമ്മുടെ ഈ സേനയിലുണ്ട്. തീർച്ചയായും അതുകൊണ്ട് കൂടി തന്നെയാണ് ഇത് ഇങ്ങനെ ഒരു സംവിധാനത്തിൽ പോകുന്നത്. രാഷ്ട്രീയക്കാരിൽ നല്ല ഇച്ഛാശക്തിയുള്ള ധാരാളം ആളുകളുണ്ട്, അല്ലാത്ത ആളുകളുണ്ട്. പക്ഷേ ഈ പോലീസുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ മേലുദ്യോഗസ്ഥന്മാരുടെ ചിലപ്പോൾ അവരുടെ മൊഴികളൊക്കെ അംഗീകരിച്ചല്ലെങ്കിൽ അവർ പറയുന്ന ഉത്തരവ് പ്രകാരം നടക്കേണ്ടതായിട്ട് വരും. പിന്നെ രാഷ്ട്രീയക്കാർ ഇവരുടെ മുമ്പിലൊക്കെ പലപ്പോഴും ഒച്ചാനിച്ച് നിൽക്കേണ്ടി വരിക. നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലുള്ള ചില റിപ്പോർട്ടുകൾ, അല്ല എന്നുണ്ടെങ്കിൽ ഈ സോളാർ സരിതയുടെ അപകടകരമായ രീതിയിലുള്ള ചില റിപ്പോർട്ടുകൾ, അങ്ങനെ പല റിപ്പോർട്ടുകളുമൊക്കെ ഇവരുടെ കയ്യിലൊക്കെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് പല രാഷ്ട്രീയക്കാർക്കും, അല്ലെങ്കിൽ ഇപ്പോൾ CMRL കറുത്ത ലാസ്റ്റ് വിട്ട ഒരു ഡയറിയിൽ ഒരു 182 കോടി രൂപ ചെലവെഴുതിയതിൻ്റെ ചില കണക്കുകൾ, ചില PV, ചില KK, RC, OC എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ബന്ധപ്പെട്ട് പലപ്പോഴും ആദർശത്തിൽ മാത്രം ഊന്നി നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ ഈ കൂച്ചുവിലങ്ങ് വീഴുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ തീർച്ചയായും ADGP MR അജിത് കുമാറിൻ്റെ ഈ DGP മോഹം പൊലിഞ്ഞതോടുകൂടി ശ്രീജിത്തിന് ആ ഒരു കസേര ലോട്ടറി അടിച്ചതുപോലെ വന്നു ചേരുന്നു. ഒന്ന് ചെയ്യുമ്പോൾ മറ്റൊന്നിന് വളമാകും. അതെ. അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് അത് സ്ഥിരീകരണമായിട്ടില്ല, സർക്കാർ തലത്തിൽ അതിൻ്റെ ആലോചന നടക്കുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഒരു അഭിമുഖത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അജിത് കുമാറിന് വേണ്ടി മോഡിയും പിണറായി വിജയനും കോൺഗ്രസിലെ മുതിർന്ന ചില നേതാക്കന്മാരും ഒക്കെ ഇടപെടുമെന്ന് കണ്ടറിയണം. അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ സസ്പെൻഷൻ നീങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല എന്നുള്ളതാണ് നിയമപരമായി പറയുന്നത്. ഇപ്പോഴത്തെ DGPക്ക് എക്സ്റ്റൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചാലോ? അത് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ അത് തീർച്ചയായും അത്തരം കാര്യങ്ങളൊക്കെ വകുപ്പ് തലത്തിൽ ചിന്തിക്കപ്പെടേണ്ടത് നമ്മുടെ നേതൃത്വവും നമ്മുടെ രാഷ്ട്രീയക്കാരനോ എന്ത് അത്ഭുതങ്ങളും നടക്കും. അതെ, തീർച്ചയായും അതെന്താണെന്ന് നമുക്ക് കണ്ടറിയാം.